നമസ്കാരം. ഒരു കാലത്ത് മാരുതി സുസുക്കിയുടെ ഒമ്നി വാൻ ഉണ്ടാക്കിയ ഓളം വേറെ തന്നെയാണ്. മറ്റൊരു മോഡലുകൾക്കും രാജ്യത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ആ ഒരു സെഗ്മെന്റിൽ അത്തരത്തിലൊരു ഓളത്തെ. ഇപ്പോഴിതാ 2019 നിർത്തലാക്കിയ മോഡൽ തിരികെ വരുന്നു എന്ന സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പരക്കുകയാണ്. അതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് വിശദമായി ഒന്ന് നോക്കാം. പുതിയത് ഇറങ്ങുന്നില്ല എങ്കിലും നിരവധി പേർ ഇപ്പോഴും ഒമ്നി വാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. എന്തിനും ഏത് തരത്തിലും ഉപയോഗിക്കാവുന്ന പ്രായോഗികത തന്നെയാണ് ഒമ്നിയെ മിടുക്കനാക്കി മാറ്റിയത്. ആംബുലൻസായും കാറ്ററിംഗ് സർവീസിനും ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കും കൊറിയർ സർവീസിനും എല്ലാം തന്നെ ഏറ്റവും മുൻപന്തിയിൽ തന്നെയുണ്ട് ഒമ്നി വാനുകൾ. ലഗേജ് കാരിയറായും ഒരു ഫാമിലി കാറായിട്ടും ഉപയോഗിക്കുന്നവരും വേറെയുണ്ട്. ചെറിയ ചെറിയ പരിഷ്കാരങ്ങളുമായി 35 കൊല്ലത്തോളമാണ് ഒമ്നി വാന് അരങ്ങുവാണത്. ഇവിടുത്തെ സിനിമാ വ്യവസായവും ഏറെ വില്ലൻ വേഷം നൽകിയത് ഈ ഒരു മൾട്ടിപർപ്പസ് വാഹനത്തിനായിരുന്നു. കുട്ടികളുടെ പേടി സ്വപ്നമായി കണക്കാക്കപ്പെടുന്ന ഒരു കാറ്. കിഡ്നാപ്പേഴ്സ് വാൻ എന്നുകൂടി വിളിപ്പേരുണ്ടായിരുന്ന ഒമ്നി മൈക്രോബസ് സെഗ്മെന്റിലെ തകർക്കപ്പെടാനാകാത്ത വിശ്വാസം തന്നെയായിരുന്നു. തിരിച്ചു വരുന്ന കാര്യത്തിലേക്ക് വന്നാൽ ഇതുവരെ കമ്പനി ഒരു തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വിട്ടിട്ടില്ല എന്നതാണ് സത്യം. 2025 എത്തുമെന്നാണ് പല സോഷ്യൽ മീഡിയ പേജുകളിലും വാർത്തകളും ചിത്രങ്ങളുമായി വരുന്നത്. 796cc എഞ്ചിനുമായി എത്തിയ മൾട്ടിപർപ്പസ് വാഹനത്തിന് ഏകദേശം 38 bhp കരുത്തിൽ 62 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പ്രാപ്തമായിരുന്നു. 4 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് ഈ ഒരു എഞ്ചിൻ സെറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഒമ്നിക്ക് ഒരിക്കലും ഒരു എഞ്ചിൻ മാറ്റം ലഭിച്ചിട്ടില്ല. 2000-ലെ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പാലിക്കുന്നതിനായാണ് എഞ്ചിനിൽ ചെറിയൊരു പരിഷ്കാരം കമ്പനി നടപ്പാക്കിയത്. ഈ മൈക്രോബസിന് സ്റ്റീരിയോ സിസ്റ്റത്തിനുള്ള സ്ലോട്ട് ഉൾപ്പെടെ ചില മാറ്റങ്ങൾ ലഭിച്ചതും അന്ന് ശ്രദ്ധേയമായിരുന്നു. കൂടാതെ ഈ ഒരു പരിഷ്കാരത്തിൽ മാരുതി കൊണ്ടുവന്ന മറ്റൊരു പരിഷ്കാരമായിരുന്നു വാനിനൊരു ഫ്യൂൽ ഗേജ് നൽകിയത്. ഇതേ കാലത്ത് ഡിസ്ക് ബ്രേക്കും ഒമ്നിയിൽ വാഗ്ദാനം ചെയ്തു. വീണ്ടും ഒരു പതിറ്റാണ്ടിന് ശേഷം 2008-ൽ അടുത്ത മാറ്റവും ഒമ്നിയെ തേടിയെത്തി. വീണ്ടും അകത്തും പുറത്തും കോസ്മെറ്റിക് അപ്ഡേറ്റുകൾ മാത്രമാണ് കമ്പനി നൽകിയത്. 8 പേരെ വരെ സുഖമായി കൊണ്ടുപോകാനാകുമെന്നതും യൂസർ ഫ്രണ്ട്ലി ആണെന്നതും ചിലവ് കുറഞ്ഞ മെയിൻ്റനൻസും ഒക്കെ തന്നെ ഒമ്നിയെ ആളുകളുടെ പ്രിയ വാഹനമാക്കി മാറ്റുകയായിരുന്നു. വെറും 2,88,000 രൂപയുടെ എക്സ് ഷോറൂം വിലയ്ക്ക് 8 സീറ്റർ വാഹനം എന്ന നിലയിൽ മാരുതി അവതരിപ്പിച്ച ഒരു അത്ഭുത ഐറ്റം തന്നെയായിരുന്നു ഒമ്നി. തുടക്കകാലത്ത് വില്ലനായി അവതരിച്ചപ്പോൾ അവസാന കാലങ്ങളിൽ ആംബുലൻസ് ആയി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊന്നായും ഒമ്നി മാറിയിരുന്നു. ഏറെ നാളത്തെ സർവീസിന് ശേഷം ഇന്ത്യയിൽ നിന്നും ഒമ്നി പടിയിറങ്ങാൻ കാരണമായത് സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും BS6 ചട്ടങ്ങളും വാഹനത്തെ പ്രായോഗികമല്ലാതെയാക്കി. തുടർന്ന് ഒമ്നിയുടെ പകരക്കാരായി സുരക്ഷാ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച മാരുതി സുസുക്കി പുതിയ ഇക്കോയെ രാജ്യത്തിനായി കൊണ്ടുവരികയായിരുന്നു.